സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ രൂപീകരിച്ച സ്റ്റേറ്റ് ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ ഭാരവാഹികളാണ്. ഞാൻ അതിൻ്റെ കൺവീനർ വിനു ഭാസ്കർ, ഹരിദാസ് ടെക്നിക്കൽ കമ്മിറ്റി മെമ്പർ ലിയോ സുധീഷ്. ഞങ്ങളുടെ ടൂർണമെന്റ് ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ഭാരവാഹികളാണ്. സ്റ്റേറ്റ് ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭീമ ട്രോഫിക്ക് വേണ്ടിയുള്ള സംസ്ഥാന സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ജൂലൈ 13-14 തീയതികളിൽ കല്ലാറ്റുമുക്കിലെ ഓക്സ്ഫോർഡ് സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. 2023 ജൂലൈയിലാണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ഈ ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിക്കുന്നത്. അതിനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ 2017 അന്ന് നിലവിലുണ്ടായിരുന്ന ചെസ് അസോസിയേഷനെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. ആ സസ്പെൻഷനെ തുടർന്നുള്ള കോടതി വ്യവഹാര നടപടികൾ നടന്നു വന്നിരുന്നത് കൊണ്ട് ചെസ് കളിക്കുന്ന കുട്ടികൾക്ക് സ്പോർട്സ് കോട്ട അഡ്മിഷനോ അല്ലെങ്കിൽ ഗ്രേസ് മാർക്കിനോ ഉള്ള അവസരം നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു. ഏകദേശം 6 വർഷത്തോളം നീണ്ട ആ കോടതി നടപടികളൊക്കെ അവസാനിച്ച് സസ്പെൻഷൻ സുപ്രീം കോടതി ശരിവെച്ചത് 2023 അങ്ങനെയാണ് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള മുൻ ചെസ് കളിക്കാരെയും അതേപോലെ ചെസ് മേഖലയിലുള്ള സംഘാടകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് 7-അംഗ ടെക്നിക്കൽ കമ്മിറ്റി സ്പോർട്സ് കൗൺസിൽ രൂപീകരിച്ചത്. ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതുവരെ 5 സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകൾ നടന്നു. അണ്ടർ 19 സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ്, അണ്ടർ 15 സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ്, സംസ്ഥാന വനിതാ ചാമ്പ്യൻഷിപ്പ്, അതേപോലെ തന്നെ സംസ്ഥാന അണ്ടർ 17 ചാമ്പ്യൻഷിപ്പ്. ഇപ്പോൾ 5ാമത്തെ ടൂർണമെന്റാണ് ഈ സ്റ്റേറ്റ് സീനിയർ ചെസ് ടൂർണമെന്റ്. ടെക്നിക്കൽ കമ്മിറ്റിയുടെ ടൂർണമെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ യാതൊരു വിധത്തിലുള്ള രജിസ്ട്രേഷൻ ഫീസ് ഒന്നും പ്ലേയേഴ്സിൽ നിന്ന് വാങ്ങാതെയാണ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. ഇതിനു മുമ്പുള്ള അസോസിയേഷൻ ചെയ്തിരുന്നെന്ന് പറഞ്ഞാൽ കളിക്കാരുടെ നിന്നും ഭീമമായ തുക എൻട്രി ഫീസായിട്ടും ഡോണർ എൻട്രി ആയിട്ടും ഒക്കെ വാങ്ങിയാണ് അവർ കളിക്കാരെ പങ്കെടുപ്പിച്ചിരുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. ഏറ്റവും സൗജന്യമായിട്ടുമാണ് പ്ലേയേഴ്സിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും, ഫ്രീ ഡോർമെറ്ററി അക്കോമഡേഷൻ, ടീ ആൻഡ് സ്നാക്സ് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. 14 ജില്ലകളിലും ജില്ലാ ചാമ്പ്യൻഷിപ്പുകൾ നടത്തിയിട്ട് അതിൽ നിന്നും യോഗ്യത നേടിയിട്ടുള്ള 4 കളിക്കാർ വീതം 56 പ്ലേയേഴ്സാണ് ഈ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇതിൽ വിജയിക്കുന്ന പ്ലേയേഴ്സിനും പങ്കെടുക്കുന്ന പ്ലേയേഴ്സിനും ടെക്നിക്കൽ കമ്മിറ്റിയുടെ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്നതാണ്. ഈ സർട്ടിഫിക്കറ്റ് അവർക്ക് സ്പോർട്സ് കോട്ട അഡ്മിഷനും അതേപോലെ ഗ്രേസ് മാർക്കിനും ഒക്കെ പ്രയോജനപ്പെടുത്താവുന്ന സർട്ടിഫിക്കറ്റുകളാണ്. അതിന് നിയമസാധുതയുള്ളതാണ്, എൻട്രൻസിനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഈ 6 വർഷമായി നിലനിന്നിരുന്ന ഈ കളിക്കാരുടെ ഈ ഒരു കഷ്ടപ്പാട് പരിഹരിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റി എന്ന നിലയ്ക്ക് നമ്മൾ വിജയകരമായിട്ട് ഈ ടൂർണമെന്റുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഏകദേശം 2000-ലധികം പ്ലേയേഴ്സ് നമ്മുടെ ഈ 5 ടൂർണമെന്റുകളായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് സംബന്ധിച്ച് പറയാനുള്ളത്. എല്ലാ ജില്ലയിലും കളിക്കാർ പങ്കെടുക്കുന്നുണ്ട്. സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ എല്ലാ ജില്ലയിലും 14 ഇന്ത്യയിലും കളിക്കാർ വരുന്നുണ്ട്. ഒരു ജില്ലയിൽ 4 പ്ലേയേഴ്സ് വീതമാണ് പങ്കെടുക്കുന്നത്. നമ്മൾ പ്രത്യേകം എല്ലാ ജില്ലകൾക്കും സെലക്ഷൻ ടൂർണമെന്റ്സ് നടത്തിയിട്ടുണ്ട്. അവിടുന്ന് ഓരോ ജില്ലയിൽ നിന്നും 4 പ്ലേയേഴ്സാണ് ഇതിൽ വന്ന് പങ്കെടുക്കുന്നത്. ടൂർണമെന്റുകൾക്ക് സ്പോൺസർ ചെയ്യാനായിട്ട് സുമനസ്സുള്ളവർ വന്നിട്ടുണ്ട്. ഇപ്പം ഭീമയാണ് ഈ ടൂർണമെന്റ് സ്പോൺസർ ചെയ്യുന്നത്. നമ്മുടെ ആദ്യ ടൂർണമെന്റ് ആയിരുന്നുള്ള അണ്ടർ 19 ടൂർണമെന്റ് കാസർഗോഡ് മർച്ചന്റ്സ് അസോസിയേഷനാണ് സ്പോൺസർ ചെയ്തത്. അതിനുശേഷം നടത്തിയ അണ്ടർ 15 ടൂർണമെന്റ് മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് അവരാണ് സ്പോൺസർ ചെയ്തത്. അപ്പൊ അത്തരത്തില് സ്പോൺസർഷിപ്പിന്റെ സഹായത്തോടുകൂടി മാത്രമാണ് ഇത് നടത്തുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പൊ പ്ലേയേഴ്സിന് കയ്യിൽ നിന്ന് നമ്മൾ യാതൊരു വിധത്തിലുള്ള ഒരു ഫീസോ ഒന്നും ഈടാക്കുന്നില്ല ഈ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ്.